സന്ധ്യ സമയത്ത് കുപ്പി എടുത്തു വെച്ച് റബ്ബർ തോർത്തിയിരുന്ന് കൊതികൊടികളുണ്ട്. എന്തെങ്കിലും കാര്യമുണ്ടോടാ? ഇത് വല്ലതും വീട്ടിൽ പോയിരുന്ന് അടിച്ചാ പോരെ? അതിന് കാരണമുണ്ട്. എന്തുവാ? അത് വഴിയേ മനസ്സിലാവും നിനക്ക്. നീ എന്തൊരു നോട്ടോടാ ഈ നോക്കുന്നേ? നോക്കൂടാ, ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ ഞാൻ തന്നെ നോക്കും. എടാ, സുഖു എന്ന് ഈ പെണ്ണിനെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നു അന്ന് ഞാൻ ആഗ്രഹിച്ചതായും സുഖു മരിച്ചപ്പോ എന്റെ ആഗ്രഹവും വർദ്ധിച്ചു. നീ ഇതിനു വേണ്ടിട്ടാ നിന്റെ പെണ്ണുപിള്ളെ അടിച്ചിറക്കിയതല്ലേ? അവളോട് വാൻ പറയടാ നീ. സുഖുവിന്റെ അമ്മ എന്ന് ഇവിടെ വരുന്നു അന്ന് ഞാൻ പറയും ഞങ്ങളുടെ കാര്യം. എങ്ങനെ ഡിവോഴ്സ് തീർന്നാൽ ഞങ്ങളുടെ കല്യാണം. അതിന് അവരവിടെ പോയേക്കുവാ? എടാ, അവര് ഈ ആശുപത്രിയിലെ രോഗികൾക്ക് കൂട്ടിരിക്കാനും പിന്നെ പ്രസവം എടുക്കാനൊക്കെ അങ്ങ് പോകും. അവരിങ്ങനെ അങ്ങ് യാത്രയാ അവര്. എന്തായാലും നിനക്ക് അവരെ കെട്ടിച്ചേർത്തില്ല പെണ്ണിനെ. എനിക്കെന്തോ കുഴപ്പമെന്തോ? നീ എന്തോ 24 മണിക്കൂറും വെള്ളത്തിലില്ലയോ? എടാ, അവക്ക് വേണ്ടി ഞാൻ കൂടി നിർത്തും. എങ്കിൽ നീ ആദ്യം കൂടി നിർത്ത്. ഞാൻ കൂടി നിർത്തും. എടാ, അവക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഒരാൾക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കത്തില്ല. ആ മാസത്തിന് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ അയൽക്കാരനല്ലെന്നും പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കുന്നതാ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അവൻ നിന്റെ മേളിലൊരു കണ്ണുണ്ടെന്ന്? എങ്കിൽ ഞാൻ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. എന്തൊരു പാടയടി അവ അടുത്തോട്ട് വരുമ്പം ആ വഴിയിലിരുന്നാ കള്ളു കുടിക്കുന്നത്. സിഗരറ്റിന്റെ പിന്നെ ചുണ്ടിന്റെ അടിയുന്നൊരു സാധനം ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് ആറിലേച്ചിട്ടേ ഛർദ്ദിക്കാൻ വരുന്നു. അവന്റെ പെണ്ണൊരു പാവം പിടിച്ചടി. അന്ന് കൊണ്ടുവന്ന് അന്ന് തൊട്ട് അതിനെ എടുത്തിട്ടങ്ങ് അടിയാ. എന്റെ സ്വർണവും വിറ്റ് ഇപ്പൊ പാവം ജീവനും കൊണ്ട് ഓടിയേക്കുവാ. ഇവനൊക്കെ ആരാടിയെ പെണ്ണ് കൊടുക്കുന്നത്? ഞാനതാ ആലോചിക്കുന്നത്. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും സുഖേടാ. ഇന്നലെ എങ്ങാണ്ട് ജംഗ്ഷനിലെങ്ങാണ്ട് ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചെന്നും പറഞ്ഞ നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അയ്യോ, അവൻ ഇനിയും കിട്ടും. അത്ര വൃത്തിയായിട്ടവനാ. വെളി വെച്ച് കാണുമ്പോഴേ ഒരു അധികാരം കാണിപ്പുണ്ട്. മയെ മോളെ ചായ മേടിച്ചു തരട്ടെ, ഓട്ടോ വിളിക്കട്ടെ. മൈൻഡ് ചെയ്തില്ലങ്ങ് പറകെ നടന്നങ്ങ് ശല്യം ചെയ്തോളൂ. അങ്ങ് നാശം. അന്നില്ല, ഞങ്ങളുമായിട്ടില്ല അതിർതർക്കം ഉണ്ടായില്ലോ. അതിനുശേഷം ഞങ്ങൾ എടുത്ത ഒരു ചരിത്രവും വന്നിട്ടില്ല. നീയൊക്കെ രക്ഷപ്പെട്ടടി മോളെ. എന്തായാലും അമ്മ ഇപ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ചേച്ചി എന്നാ വരുന്നത്? വന്നിട്ട് എന്തുവാ, അമ്മ ഇന്ന് വന്നാ നാളെ പോണം. ഇപ്പം നോക്കുന്ന രോഗിയില്ലേ, അത് കഴിയുമ്പോ അടുത്ത ആളിനെ കണ്ടുപിടിച്ചോണ്ടേ അമ്മച്ചി വരത്തും. എന്തോ പറയാനാ? എന്തോ വന്നോ? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മക്കള് പോയി ഡ്രസ്സ് മാറാം, ഇപ്പൊ വരാം. ഇനിയിപ്പോഴും ഈ സമയമാവോ വരാൻ? എപ്പോഴും അല്ലടി, അവരങ്ങ് സ്കൂളിൽ വിട്ടങ്ങ് നേരെ ട്യൂഷന് പോന്നിട്ടേ വരത്തുള്ളൂ. അതാ ഇത്ര താമസിക്കുന്നല്ലേ. ഇത്തിരി ഇലയുടെ ഉണ്ടാക്കട്ടെ, നീ കഴിച്ചോണ്ട് പോ. ഓ വേണ്ടടി. അല്ലെങ്കിൽ ഇതൊരു കഴിഞ്ഞ ഉണ്ടാക്കി അങ്ങോട്ടാ കൊണ്ടുപോകും. ആങ്കിൽ പൊയ്ക്കോ, ഞാൻ കൊണ്ടുവരാം. മാറി നിന്നെ ഞാൻ കണ്ടടാ, വെച്ചിട്ടുണ്ട് ഞാൻ. രണ്ടു ദിവസം പണിയില്ല, നീ വീട്ടിൽ പോന്നില്ലേ? വീട്ടിൽ പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എടാ, വീട്ടിൽ പോയ പിള്ളേരെ ഭാര്യയും കണ്ടുകൂടെ? അതിന് വീഡിയോ കോൾ ചെയ്താ പോരെ? ഇന്ന് തന്നെ തളയ്ക്കാൻ നിൽക്കുമെന്നാ? വിനോദേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കണ്ടില്ല. അതൊന്നോണ, നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്തിനാ നിന്നെ വിളിക്കുന്നതെന്ന്. എനിക്കറിയത്തില്ല. മെമ്പർ വിളിച്ചെന്തിനാന്ന് പറ. വല്ല സമരമോ ധർണയോ വല്ലതുണ്ടോ? സമരം ധർണയൊന്നും അല്ല. നീ എന്തിനാണ് ആ മായയുടെ വീടിന്റെ പരിസരത്ത് കിടന്ന് രാത്രി കാലങ്ങളിൽ കറങ്ങുന്നത്? അത് മര്യാദയാണോ വിനോദേ? ഏത് മായ? ഏത് വീട്? നിനക്കൊന്നും അറിയത്തില്ല. ശാന്ത ചേച്ചിയുടെ മരുമോള് മായ നീ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, അല്ലയോ? മെമ്പർ ഇല്ലാത്ത കാര്യം പറയുന്നു. ഞാൻ അവളുടെ പറയുന്നത് നടന്നിട്ടൊന്നുമില്ല.
പിന്നെ ഒരേ നാട്ടുകാരാകുമ്പോൾ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അതൊക്കെ ശരി. അതിന് ഈ പാതിരാത്രി അവളുടെ വീടിന് അപ്പുറത്ത് പോയി നിൽക്കുകയും തുണി നനയ്ക്കുന്ന കല്ലിന്റെ അവിടെ പോയി നിൽക്കുന്നത് ചെയ്യുന്നത് മര്യാദയാണോ വിനോദ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയത്. മെമ്പറെ, ഇന്നലെ രാത്രി ഞാൻ വീടും പരിസരം വിട്ട് എങ്ങും പോയിട്ടില്ല. സംശയമുണ്ടെങ്കിൽ ഇവനോട് ചോദിക്കും. അതിന് ഇന്നലെ രാത്രിയിലാണ് നീ പോയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? സംഭവം ഇന്നലെ നടന്നെങ്കിലേ മെമ്പർ ഇന്ന് തിരക്കി വരത്തുള്ളൂ. കളിക്കല്ലേ വിനോദ നീ കൂടുതൽ. മെമ്പറെ, ഇന്നലെ രാത്രി മൊത്തം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏതാടാ അവൻ? എൻ്റെ കൂട്ടുകാരനാ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവനാ, അടൂരാ വീട്. നീ ഇനി എത്ര സാക്ഷികളെ നിർത്തിയാലും എനിക്കറിയാം നീ അവിടെ ചെന്നെന്ന്. ആ പെങ്കൊച്ച് കേസ് കൊടുക്കാൻ നടക്കുവാ, അതിനാ എന്നെ വിളിച്ചത്. അത് മാത്രമാണോ? ഈ വാർഡിനും കൂടെ നാണക്കേടാ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാല്. അല്ല, ഞാൻ അവിടെ ചെന്നതിന് വല്ല തെളിവുണ്ടോ? എടാ, നിന്റെ മോന്റെ അവള് കണ്ടിട്ടാ എന്നെ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മെമ്പറെ. നിന്നോട് ഞാൻ ചോദിച്ചോ? മിണ്ടരുത്. അവസാനമായിട്ട് ഞാൻ പറയാ വിനോദേ, ഇനി ഒരു പരാതി ഞാൻ കേട്ടല്ലോ, അറിയാലോ എന്റെ സ്വഭാവം നിനക്ക്. അത് ഞാൻ ശ്രമിക്കാം മെമ്പറെ. പിന്നെ മെമ്പർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ നാട്ടുകാരനാ, അവള് വലിഞ്ഞേറി വന്നോളും. പിന്നെ മെമ്പറിന് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കാനും വോട്ട് പിടിക്കാനും ഞാൻ മെമ്പറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് മറക്കരുത് കേട്ടോ. നാട്ടുകാരനല്ല, എന്റെ വീട്ടുകാരനായാലും ശരി, തോന്നിവാസം കാണിച്ചാൽ ഞാൻ ഇടപെടും. ഇമാതിരി പരിപാടികൾ എന്റെ വാർഡിൽ നടക്കത്തില്ല വിനോദേ. അത് വേണം, കാര്യം മെമ്പർ ഇല്ലയോ? ഇനി നിന്നെ ഞാൻ കാണുമ്പോ ഇവനെ കൂടെ കണ്ടേക്കരുത്, മനസ്സിലായല്ലോ? ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ രാത്രി അവിടെ പോകണ്ടെന്ന്. അവളുടെ പരാതി ഞാൻ തീർത്തു കൊടുക്കാം. നീ ഒരു കാര്യം ചെയ്യും, ഒരു പൈൻ്റ് എടുത്തുണ്ടോ? പൈൻ്റെ എന്തിന് ആരെയും എടുക്കാം. നീ എന്തേലും ചെയ്യും. ആ, Old one and the sulky and upset to it to produce and transferred away from the inner issue. എവിടെടാ എൻ്റെ അമ്മ? എന്തിനാ? വിളിക്കടാ എൻ്റെ അമ്മ. അമ്മേ. ഓ, എന്താ? നീ എനിക്കെതിരെ പരാതി തുടങ്ങി അല്ലേടി? നീ എന്തോടി വിചാരിച്ച്? മെമ്പറിന്റെ അടുത്ത് പരാതി പറഞ്ഞാൽ അവരെന്നെ മൂക്കി കയറ്റു. വേണ്ടേ, ഇവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. നീ കേസ് കൊടുക്കും. എടി, നിന്റെ വീടിന്റെ പരിമറ്റത്തൊന്ന് ആരെയും എത്തി നോക്കിയെന്ന് പറഞ്ഞ് നീ എന്റെ പേരാണ് കൊണ്ടു കൊടുക്കുന്നത്. വേണ്ടേ, നിങ്ങളുടെ ഈ തോന്നിവാസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോ മെമ്പറിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പോലീസുകാരത്തോടെ പറയണോ? നീ കൊണ്ടുപോയി കുറേ പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും കൊണ്ടുകൊടുക്കും. നിനക്ക് എന്നെ ശരിക്കും അറിയത്തില്ല കേട്ടോ. നീ ആരാന്ന് നിന്റെ വിചാരം? ഇവിടുത്തെ പോലെ രമ്പയോ? നിനക്ക് എന്നെ ശരിക്കും അറിയത്തില്ല കേട്ടോ. കൊച്ചിരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ എന്നെ എന്തോ ചെയ്യുമെന്നാ നീ വിചാരിക്കുന്നത്? നീ എന്നെ എന്തോ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നത്? എനിക്ക് എന്നെ ശരിക്കും അറിയത്തില്ല. നീ മെമ്പറിന്റെ അടുത്ത് പരാതി പറഞ്ഞു, നീ കൂടെ കേട്ടില്ലേ? നീ ചെവി നുള്ളിക്കോടെ, നീ ചെവി നുള്ളിക്കോ മക്കളെ. അത് വാ. എടാ, നാട്ടിലൊരു പയ്യൻ അവരുടെ വീട്ടിൽ കയറുന്നേ. ആ, ഇവനായിരിക്കും നീ പറഞ്ഞ ഇവിടെ കള്ളക്കാമകൻ അല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇവിടെ ഞാനൊന്ന് പോക്കും. നീ ഇങ്ങോട്ട് വന്നേടാ. ഷിബു, എന്തോ നീ ഇങ്ങനെ അയലക്കാരനാന്ന് പറഞ്ഞ് നടന്നു. എന്തോ കാര്യം പറ. എടാ, നിന്റെ അയലക്കാരി നടത്തുന്ന വല്ല കാര്യം നീ അറിയുന്നുണ്ടോ? ഇല്ല. എന്തോ ചേച്ചി കൂടെ വാ. പറയാം ചേച്ചി. കാര്യം എന്തോ ചെയ്യുന്നോടാ? അവള് ശീലാവതി നടത്തുന്നു. ചേച്ചി ഇതിനകത്ത് ഒരുത്തനെ കയറ്റിട്ടുണ്ടാവുള്ളൂ. ഈ വീടിനകത്ത് ഒരുത്തനെ വിളിച്ച് കയറ്റിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചത്. എടി മായേ, എടി പുണ്യമായ എങ്ങോട്ട് ഇറങ്ങി വാടി. എന്തോ പ്രശ്നം? എന്തോ പ്രശ്നമാണോ? നീ ആരെയാടി വീട്ടിനകത്ത് വിളിച്ച് കയറ്റിയേക്കുന്നത്? എടി, നീ ആരെയാ വീട്ടിനകത്ത് ഇപ്പം വിളിച്ച് കയറ്റിയേക്കുന്നത്? എന്റെ വീട്ടിൽ അങ്ങനെ പലരും വരും. അതിന് നിങ്ങൾക്ക് എന്താടോ? എനിക്കെന്താണോ?
എടി ഇതിനൊക്കെ ലോഡ്ജിൽ പോയി റൂം എടുക്കണം നീയൊക്കെ. എന്നിട്ട് അനാവശ്യം പറയരുത് കേട്ടോ. എടി മാന്യന്മാർ താമസിക്കുന്ന ഏരിയ ഇത് അറിയാം. നീയാണോ ഇവിടുത്തെ വലിയ മാന്യൻ? ഞാൻ കാണുന്നുണ്ട് നിന്റെ മാന്യതൊക്കെ. മര്യാദക്ക് എന്റെ മുറ്റത്ത് ഇറങ്ങിപ്പോക്കോ. ഞങ്ങൾ ഇറങ്ങിപ്പോക്കോളാം, പക്ഷെ വീട്ടിനകത്ത് ഇരിക്കുന്നവനെ ഇറക്കി വിടറി. അനാവശ്യം പറയാതെ ഇറങ്ങി പോകാനാ ഞാൻ പറഞ്ഞത്. ഈ അനാവശ്യം ഒന്നും പറയണ്ട, ഇറക്കി വരും. എന്തോ വെച്ചോട് പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, താണ്ടി ഇവനാണ്. ആരടാ നീ? നിന്റെ സ്ഥലം എവിടാ? പറടാ. ഞാൻ അവിടെ ഉള്ളതിന് തനിക്കെന്ത്? എവിടെ ഉള്ളത് എനിക്കും തോന്നും. വേണ്ട, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കണം, മെമ്പറെ വിളിക്കണം. പണി ഞാൻ തരാം നിനക്ക്. ആ, എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? ഇതോ വരുന്ന ഇവരുടെ അമ്മായിയമ്മ. എന്തുവാ എന്താ അവിടെ? തള്ളേ, നിങ്ങൾ ആശുപത്രി കൂട്ടിരിക്കാനും പിള്ളേരെ നോക്കാനൊക്കെ ഇങ്ങനെ കയറി നടന്നു. നിങ്ങളുടെ മരുമോളാണ്ട് ഒരുത്തനെ വിളിച്ച് പട്ടാപകര് വീട്ടിൽ വിളിച്ച് കയറ്റിയേക്കുന്നു. ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മോൻ്റെ ഭാര്യയല്ലേ, അവൻ ചത്ത് തലയ്ക്കമേളിൽ നിൽക്കൂല്ലേ? എന്നിട്ട് ഇവിടെ ഈ കാണിക്കുന്നത് പോക്കത്തിലില്ലേ? ഇവൻ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അവൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം നിനക്ക്. അവനെ എന്റെ അനിയത്തിയുടെ മോനാ. ഞാൻ പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നതാവൻ. അവളെ എന്റെ മോന്റെ പെണ്ണാ, എന്റെ മരുമോളല്ല അവൾ, എനിക്ക് എന്റെ മോളാ. എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞവള് ഓടിച്ചാൽ നിന്നെ ശരിയാക്കും. നിന്റെ വെള്ളം ഇവിടെ വാങ്ങത്തില്ല. അവൾക്ക് വല്ല കൂട്ടും വേണമെന്നുണ്ടെങ്കിൽ അവൾ എന്നോട് പറയും, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. നിന്റെ ഉദ്ദേശം ഇവിടെ നടക്കത്തില്ല. ഇറങ്ങടാ, സദാചാര കളിക്കാൻ നിന്റെ വീട്ടിൽ പോയി കളിച്ചാൽ മതി. ഇറങ്ങാ എന്റെ വീട്ടിൽ നിന്ന്. നിന്നെ ഇവിടെ കൊണ്ടുവരുന്നു. ഇറങ്ങടാ, ഒരാഴ്ച തന്നെ ഇറങ്ങിക്കോ, എല്ലാം ഇറങ്ങിക്കോ. മക്കള് പേടിക്കണ്ട, അമ്മയുണ്ട് കൂടെ.